അപ്പോസ്തോലിക് മിഷൻ ഫയറിലേക്ക് ഏവർക്കും സ്വാഗതം. അവൻ വചനമയച്ചാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ എഴുതി വച്ചും അയച്ചു തന്നും പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ഏവരുടെയും നിയോഗങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോ അപേക്ഷകളും ഇതാ നാളെ രാവിലെ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പാടുപെടുന്ന അല്ലെങ്കിൽ പല തടസ്സങ്ങളെയും തരണം ചെയ്യുന്ന, അതിനായി വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുക്കാസയിലേക്ക് നമുക്ക് നാളത്തെ ദിവ്യബലിയിൽ ഒരുമിച്ച് സമർപ്പിക്കാം. തിരുവചനങ്ങൾ അവരുടെ പാദങ്ങൾക്ക് വെളിച്ചമായി തീരട്ടെ. അവരെ ഓരോ ദിനത്തിലും അങ്ങ് നയിക്കട്ടെ. ആർക്കൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രാർത്ഥന പ്രത്യേകമായി ആവശ്യമുള്ളതെങ്കിൽ അവർക്ക് വേണ്ടിയും എക്സാം കഴിഞ്ഞ് ഏതിലേക്കെങ്കിലും തിരിയണം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കായോ ഉന്നത പഠനത്തിനായോ ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളെ ഏവരെയും ഇതാ നാളത്തെ തിരുബലിയിൽ തിരുക്കാസയിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെല്ലാം പ്രാർത്ഥന ആവശ്യമുണ്ടോ അവരെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതി അറിയിക്കുക. പേര് വേണമെന്നില്ല, പേര് മാറ്റി പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ പേര് മറ്റുള്ളവർ അറിയണ്ട എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും ഇതും ആവശ്യങ്ങളും അറിയിച്ചാൽ മതി. പ്രിയമുള്ള മക്കളെ, നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ നാം പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മളെ അവ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. വിജയം പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട് അമ്പേ പരാജയപ്പെട്ട നിമിഷങ്ങളുണ്ട്. മനസ്സും പാദങ്ങളും തളർന്ന് ജീവനില്ലാതെ ജീവസറ്റവരായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് ശിഷ്യന്മാർക്ക് എമ്മാവോസിലേക്ക് നടന്നു പോകുമ്പോൾ, അതായത് ജെറുസലേമിലാണ് ഇത് സംഭവിച്ചത്. തൻ്റെ ശിഷ്യരെ പഴിപറയുകയും തേടിപ്പിടിച്ചു കൊല്ലാനായിട്ട് യഹൂദർ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ, തൻ്റെ ഗുരുവിനെ അപഹാസ്യനായി ക്രൂശിച്ചതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റില്ല, ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ കള്ളപ്രചരണം നടത്തിയപ്പോൾ ആകെ തളർന്നവരായിരുന്നു ശിഷ്യന്മാർ. അങ്ങനെയുള്ള ഒരു അവസ്ഥ വിശേഷത്തിലാണ് ഈശോ എമ്മാവോസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കൂടെ ഒരു അപരിചിതനെ പോലെ നടന്നു നീങ്ങിയത്. അദ്ദേഹം ഒരു അപരിചിതനായി തന്നെയാണ് അവരുടെ വാക്കുതർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ സംബന്ധിച്ചത്. അവസാനം അപരിചിതനായ മനുഷ്യൻ അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുകയായിരുന്നു. അവൻ അതിനൊക്കെ ഉത്തരം കൊടുത്തപ്പോൾ കൃത്യമായിട്ടും അത് സ്വീകരിക്കാനായിട്ട് അവർക്ക് അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ഉജ്ജ്വലിച്ചു. അതവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ ആ വചനങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേന്ന്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ചുകൊണ്ട് തിരുവചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ സ്പർശിച്ച് നമ്മുടെ ഹൃദയ താപവും അതുപോലെ നമ്മുടെ തളർച്ചയും വിഷമങ്ങളും അധൈര്യവും ഒക്കെ മാറ്റി ധീരതയുള്ളവരായി മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതിനാൽ തളർച്ചയുള്ള മനസ്സുകളെ, തളർന്ന പാദങ്ങളെ
ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ശിഷ്യന്മാർ ഉത്തേജനം തരികയാണ്. അവരുടെ ശക്തി കെട്ടുപോയ നിമിഷങ്ങൾ, ധൈര്യം കെട്ടുപോയ നിമിഷങ്ങൾ, പേടിച്ചരണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്കിരുന്നാൽ മതിയെന്ന് വിചാരിച്ച നിമിഷങ്ങളിൽ അടിപതറാതെ അവരെ താങ്ങി നിർത്തിയ ആ ഗുരുവായ ഈശോയുടെ ശക്തി നമുക്കിന്നും പകരുന്നുണ്ട്. എമ്മാവൂസിൽ വെച്ച് അവരോടുകൂടെ നടന്ന് നീങ്ങിയ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഈശോയാണെന്ന് അവരറിഞ്ഞില്ല. എമ്മാവൂസിൽ ചെന്നപ്പോൾ അപ്പം കൊടുത്തുകൊണ്ട് ആശീർവദിച്ചു കൊടുത്തുകൊണ്ടാണ്, വെറുതെ കൊടുക്കുകയല്ല, അവന് പങ്ക് വെച്ചപ്പോൾ ആശീർവദിച്ച് അപ്പം കൊടുത്തുകൊണ്ട് അവൻ അവരുടെ കണ്ണുകൾ തുറന്നു. ഇങ്ങനെ തൻ്റെ ഗുരു മാത്രമല്ലേ ചെയ്തുള്ളൂ എന്ന് അവരോർത്തു. അവർ പരസ്പരം നോക്കി. പെട്ടെന്ന് അവരുടെ മനസ്സിലെ അന്ധകാരം നീങ്ങി. തങ്ങളുടെ ഗുരു തന്നെയാണ് ഇത് എന്ന്. കർത്താവേ, ഞങ്ങളെ വിട്ടു പോകരുതേ, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞപ്പോഴത്തേനും കർത്താവ് അപ്രത്യക്ഷനായി. പ്രിയമുള്ള മക്കളെ, നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. ഈശോ തന്നെയാണ് നമ്മുടെ തളർന്ന മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരാജയമായിക്കൊള്ളട്ടെ, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതിൽ പരാജയമോ, നമ്മുടെ ജോലി സ്ഥലത്തെ പരാജയങ്ങളോ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലെ അപകർഷതാബോധമോ, തെറ്റിദ്ധരിക്കലോ, നമ്മളെ കളിയാക്കലോ, താനൊന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരിക്കലോ ഒക്കെ നമുക്കുണ്ടാകാം. ചിലപ്പം അങ്ങനെയാണ് താനും. പക്ഷേ ശക്തി പകരുന്ന, നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല സ്നേഹിതനാണ് ഈശോ. അതുകൊണ്ട് ആ സ്നേഹമൂർത്തിയെ നമുക്ക് തിരിച്ചറിയാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഈശോ നമ്മോടൊപ്പം നടക്കുവാൻ, നമ്മുടെ ആ ഹൃദയതാപത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ താളം തെറ്റിയ ആ നിമിഷങ്ങളിൽ നിന്നും ഉണർവുള്ളവരാക്കി നമ്മളെ നടത്തിക്കൊണ്ടുപോകുവാൻ, കൈപിടിച്ച് നടത്തുവാൻ, അന്ധരാണെങ്കിൽ നമ്മളെ കൈപിടിച്ച് നടത്തി അവിടുന്ന് പ്രകാശം തരും, അവിടുത്തെ വചനം തരും, ഓർമ്മിപ്പിച്ചു തരും, നമ്മളെ ശക്തരാക്കും. ഇന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നാളെ മാത്രമല്ല, സ്വർഗാരോഹണം ചെയ്ത ആ 40 ദിവസങ്ങളും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുരിശിൽ മരിച്ചവനായ ഈശോ, ഞാൻ ഉത്ഥാനം ചെയ്തു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തെളിവുകൾ നൽകുകയായിരുന്നു. അതുപോലെ നമുക്കും ഈശോ നമ്മോടൊപ്പം ഉണ്ട് എന്ന് തെളിവുകൾ നൽകാൻ ഈശോ വരുമ്പോൾ നാം സ്വീകരിക്കണ്ടേ? അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഒരുങ്ങി സ്വീകരിച്ച് ആ ഈശോയോട് നമ്മുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പരാധീനതകളും ഒക്കെ നമുക്ക് പറയാം. വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് മിക്കവാറും ഞാൻ തോൽക്കും, ആ ജോലി എനിക്ക് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ എൻ്റെ ജീവിതാന്തസ്സിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നു, എല്ലാം മാറ്റാനായിട്ട് സർവശക്തനല്ലേ ഈശോ? സർവാധിപൻ, സർവശക്തൻ അല്ലേ? എല്ലാറ്റിലും ശക്തി പ്രകടിപ്പിക്കുന്നവൻ, എല്ലാറ്റിനെയും ഒതുക്കി നിർത്തുന്നവൻ. അവിടുത്തെ കരാങ്കുലി ഒന്ന് ചലിച്ചാൽ മതി, എല്ലാം അവസാനിക്കും, എല്ലാ വിപ്ലവങ്ങളും അവസാനിക്കും. കർത്താവ് എന്തിനോ വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നത് പോലെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മളൊന്ന് ചെല്ലാൻ. അപ്പം നമുക്ക് നാളത്തെ വിശുദ്ധ കുർബാനയിൽ ഒരുങ്ങി ഈശോയെ സ്വീകരിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം. ഇനി നിങ്ങളെയൊക്കെ വിശുദ്ധ കുർബാനയിലെ തിരുക്കാസയിൽ സമർപ്പിച്ച് തീർച്ചയായിട്ടും ഈ നല്ലൊരു അനുഭവം ഈശോയെ സ്വീകരിക്കുമ്പം ഉണ്ടാകാനായിട്ട്, ഒരുങ്ങി സ്വീകരിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി അപേക്ഷയോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഒക്കെ അറിയിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളിടണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കാൻ ഉചിതനായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമീൻ.